पे बोला होगा तुमने. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെന്ന് വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ ഉണ്ടാവും, അതും കൂടെ ക്ലിക്ക് ചെയ്യാം. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒട്ടും മിസ്സാവാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രിയങ്ക ചോപ്ര ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. ഇതാളുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. ഭയങ്കര സിമ്പിൾ ബട്ട് എലഗൻ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പും അതുപോലെ തന്നെ മിനിമൽ ആയിട്ടുള്ള അക്സസറീസൊക്കെ ഉള്ളൊരു ലുക്കാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഇത്. ഇപ്പോഴത്തെ ക്രിസ്മസ് ആവാറായി, അത് കഴിഞ്ഞത് നേരെ കുറേ പള്ളി പെരുന്നാളും ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ വരാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണിത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം പ്രൈം ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേ അബ്സല്യൂട്ടിൻ്റെ ബ്ലർ പെർഫെക്റ്റ് പ്രൈമറാണ്. അത് ആദ്യം ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നെക്കിലും ഇയേഴ്സിലും ഒക്കെ അപ്ലൈ ചെയ്യുക. എന്നാൽ മാത്രമേ അത് നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനും അതുപോലെ നമ്മൾ അതിൻ്റെ മുകളിലിടുന്ന ഫൗണ്ടേഷനോ ബേബി ക്രീം എന്താണെന്ന് വെച്ചാലും നന്നായിട്ട് ബ്ലെൻഡ് ആവാനൊക്കെ ഈ ഒരു പ്രൈം ചെയ്യാൻ മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അതൊരിക്കലും മറക്കരുത്. അപ്പം നന്നായിട്ട് സമയം എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഐസിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ എൻ്റെ മുകളിലിടുന്ന ഐ മേക്കപ്പും കാജൽ എന്താണെങ്കിലും ഒക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ പ്രിയങ്ക ചോപ്രയുടെ പിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിട്ടുള്ള കോണ്ടറിങ്ങോ ഹൈലൈറ്റിങ്ങോ ഒന്നുമില്ല. എന്നാലും നമ്മുടെ ഫേസിന് കുറച്ചും കൂടി ഒരു സ്ട്രക്ചർ വേണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്നതിന് മുൻപായിട്ട് കോണ്ടറിങ്ങും ഹൈലൈറ്റിങ്ങും ഒക്കെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു സ്ട്രക്ചറൊക്കെ കിട്ടും. ഭയങ്കര ഷാർപ്പായിട്ടുള്ള കോണ്ടറിങ് ആയിട്ട് തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു കൺസിലർ എടുത്തിട്ട് അണ്ടർ ഐസ് കവർ ചെയ്യുകയാണ്. അത് മേബിലിൻ ഫിറ്റ്മിയുടെ 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസീലറാണ്. അതിനുശേഷം അത് മറ്റേ ഫോർഹെഡിൻ്റെ അവിടെയും ബ്രിഡ്ജ് ഓഫ് ദി നോസും ക്യൂപിഡ് ബോസ് ചിൻ ഇവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു വെറ്റായിട്ടുള്ള കോസ്മെറ്റിക് സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നെറ്റിൻ്റെ അവിടെ ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം ബ്രിഡ്ജ് ഓഫ് ദി നോസിലും ബ്ലെൻഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ക്യൂപിഡ് ബോസിൻ്റെ അവിടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഐലറ്റ്സിൻ്റെ മുകളിൽ ബ്ലെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഐലറ്റ്സിൻ്റെ താഴെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ മുകളിലേക്കൊന്ന് നോക്കുക. അപ്പം അങ്ങനെ ആകുമ്പോൾ അവിടുത്തെ മസിൽസ് ടൈറ്റ് ആവും. അപ്പോൾ അവിടെ ബ്ലെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ക്രീസ് ലൈൻസ് ഒന്നും ഫോം ചെയ്യാതെ വരാനും ഒക്കെ അങ്ങനെ ചെയ്താൽ സഹായിക്കും. അതിനുശേഷം കോണ്ടറിങ് ചെയ്യാൻ ഇതെല്ലുകളുടെ ഒരു കൺസീലർ തന്നെയാണ് ഡാർക്കർ ഷെയ്ഡിലുള്ളത്. അതെടുത്തിട്ട് നമ്മുടെ ഹോൾ ഓഫ് ഷീക്സിൽ കൺസീൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ കവിളിലൊന്ന് സ്ലിം ഡൗൺ ആയ പോലെ തോന്നും. പിന്നെ നെറ്റി കൂടുതലത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫോർഹെഡിൻ്റെ അവിടെ കൊണ്ടുവരിക. നോസിൻ്റെ ബ്രിഡ്ജിൻ്റെ 2 സൈഡിലും കൊണ്ടുവരിക. പിന്നെ ലിപ്സിൻ്റെ താഴെയായിട്ട് ഒന്ന് കൊണ്ടുവരിക. പിന്നെ ജോ ലൈൻസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ജോ ലൈൻസിൻ്റെ അവിടെയും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം എഗെയിൻ വെറ്റായിട്ടുള്ള കോസ്മെറ്റിക് സ്പഞ്ച് എടുത്തിട്ട് അതൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം സമയം എടുത്ത് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ വീഡിയോസിൽ ഭയങ്കര ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിക്കുമ്പോൾ പെട്ടെന്ന് ആണോ പോലെ തോന്നും. പക്ഷേ അങ്ങനെയല്ല, കുറച്ചധികം സമയം എടുക്കും കേട്ടോ. മേക്കപ്പ് ചെയ്യാനൊക്കെ എന്തായാലും കുറച്ച് സമയം തന്നെ എടുക്കും. അപ്പോൾ സമയം എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യുക. എന്നാൽ മാത്രമേ ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു ഒരു സെക്കൻഡ് സ്കിൻ പോലെ നിന്നിട്ട് ഭയങ്കര നാച്ചുറലായിട്ടുള്ള മേക്കപ്പായിട്ട് നിൽക്കുള്ളൂ. ഇവിടെ ഫൗണ്ടേഷനിൽ 2 ഷെയ്ഡ് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് 2 ഷെയ്ഡ്. അത് മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പോഴാണ് എൻ്റെ കറക്റ്റ് ഷെയ്ഡ് എനിക്ക് കിട്ടാറ്. ഒരു ഷെയ്ഡ് ഡാർക്കറും ഒരു ഷെയ്ഡ് കുറച്ച് ലൈറ്റാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള ഷെയ്ഡ് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതും ഈ പറഞ്ഞ മാതിരി ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ കൺസീലിങ്ങും ഹൈലൈറ്റിങ്ങും ഒക്കെ ചെയ്തല്ലോ, അതിൻ്റെ മുകളിൽ കൂടെ ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഷാർപ്പായിട്ട് തോന്നുന്നില്ല. എന്നാണെങ്കിൽ നമുക്ക് നല്ല സ്ട്രക്ചർ പോലെ നമ്മുടെ ഫേസിന് കിട്ടുകയും ചെയ്യും. അത്യാവശ്യം നല്ല സ്ട്രക്ചറൊക്കെ കിട്ടുകയും ചെയ്യും. അഗെയിൻ മറ്റേ കോസ്മെറ്റിക് സ്പഞ്ച് എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മളിപ്പം കൺസിലർ ബ്ലെൻഡ് ചെയ്ത ആ ഭാഗം കൊണ്ട് ബ്ലെൻഡ് ചെയ്യരുത്. കാരണം അത് അവിടെ ഡാർക്കർ ഷെയ്ഡ് ആയതുകൊണ്ട് അത് ഒക്കെ കൂടെ മിക്സ് ആകരുത്. അപ്പോൾ ബ്യൂട്ടി ബ്ലെൻഡർ കോസ്മെറ്റിക് സ്പഞ്ച് കിട്ടുന്ന ക്ലീൻ ആക്കുക. അതിനുശേഷം ബ്ലെൻഡിങ് ചെയ്യാം. അതിനുശേഷം നമുക്കത് മൊത്തം ഒരു കോമ്പാക്ട് പൗഡർ ഇട്ടിട്ട് സെറ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ നമ്മുടെ ഫൗണ്ടേഷനൊക്കെ ലോക്ക്ഡായിട്ടിരിക്കുകയുള്ളൂ. ഞാനതൊരു പൗഡർ ബ്രഷ് എടുത്തിട്ടാണ് ഒരു സർക്കുലർ മോഷനിൽ മൂവ് ചെയ്തിട്ടാണ് മൊത്തം നമ്മുടെ കോമ്പാക്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതില്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ കൂടെ കിട്ടുന്നൊരു സ്പഞ്ച് ഉണ്ട്, അത് വെച്ചിട്ടായാലും ചെയ്യാം. അതില്ലെങ്കിൽ നമ്മുടെ സെയിം കോസ്മെറ്റിക് സ്പഞ്ച് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇതാണ് ഈസി ആയിട്ട് തോന്നിയിട്ടാണ് ഞാൻ തന്നെ ചെയ്തത്. അതുപോലെ നെക്കിലും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ന്യൂഡ്സ് പാലറ്റ് എടുക്കുക. അതിൽ ഒരു പ്രിയങ്ക ചോപ്രയുടെ ഐബ്രോ ശ്രദ്ധിച്ചാൽ കുറച്ചൊരു ലൈറ്റർ ഷെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്ര ഡാർക്ക് അല്ലാത്തൊരു ബ്രൗൺ എടുത്തേക്കണേ, ബ്ലാക്ക് കൊടുക്കാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ആ ലൈറ്റർ ഷെയ്ഡായിട്ടുള്ള ബ്രൗൺ വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാം. ആദ്യം ലെങ്ത് വൈസിൽ അങ്ങോട്ട് എൻഡ് വരെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗ്യാപ്സൊക്കെ ഫില്ല് ചെയ്യും. പിന്നെ തുടക്കത്തിൽ മാത്രം ഫസ്റ്റ് ഫില്ല് ചെയ്യുമ്പോൾ മാത്രം അപ്വേർഡ് ഫില്ല് ചെയ്യും. പിന്നെ പ്രിയങ്ക ചോപ്രയുടെ ഐലറ്റ്സിൽ കാര്യമായിട്ട് ഐ ഷാഡോ ഇല്ല, പക്ഷേ കറക്റ്റ് ക്രീസ് ലൈൻസിൻ്റെ അവിടെയായിട്ട് കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് ആ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ക്രീസ് ലൈൻസിൻ്റെ അവിടെ നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു കുറച്ചും കൂടി ഡിഫൈൻഡ് ആയിട്ടുള്ള ഐസ് കിട്ടും. അതുപോലെ എന്താ പറയുക, ഹുഡഡ് ഐസ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനൊക്കെ സഹായിക്കും. പിന്നെ ഹൈലൈറ്റ് ചെയ്യുക, അതിന് പർട്ടിക്കുലർ ഷെയ്ഡ് സെയിം പാലറ്റിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് ഐബ്രോസിൻ്റെ താഴെ ഹൈലൈറ്റ് ചെയ്യുക 2 സൈഡിലായിട്ട്. കാരണം ആ പിക്ചറിൽ ഭയങ്കര ഹൈലൈറ്റിംഗ് ഉള്ള പോലെയൊന്നും തോന്നില്ല, ഒരു സാധാരണ മിനിമൽ മേക്കപ്പ് ആയിരുന്നു. പിന്നെ ഫോർഹെഡ് നമ്മൾ നോർമൽ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ്, ഫോർഹെഡ്, അതുപോലെ തന്നെ ബ്രിഡ്ജ് ഓഫ് ദി നോസ്, പിന്നെ കുറച്ച് ക്യൂപ്പിഡ് ബോസിൽ, പിന്നെ ചീക്സിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിൻറ്റ്സിൽ അവിടെയൊക്കെ നല്ലോണം അത്യാവശ്യത്തിന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റിൽ കളർ വെച്ചിട്ട്. പിന്നെ പ്രിയങ്ക ചോപ്ര അപ്പർ ഇതിൽ മാത്രമേ ഹൈലൈറ്റ്സിൻ്റെ താഴെ ഉള്ളിൽ മാത്രമേ വാട്ടർ ലൈനിൽ മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ആർട്ടിഫിഷ്യൽ ലാഷസ് വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മസ്കാര കുറച്ച് ഹെവി ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഒരു 4-5 പൊട്ട് മസ്കാര ഇടുക. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ലാഷസിന് ഫീൽ കിട്ടും, എന്നാൽ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടാവില്ല, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് കിട്ടുകയും ചെയ്യും. ഇത് മേബിലിൻ്റെ കൊളോസൽ മസ്കാരയാണ് കേട്ടോ. അതിനുശേഷം ബ്ലഷ് ഇടാം. ഒരു പിങ്ക് എന്താ പറയുക, ഈ കളറിനോട് ചേർന്നിട്ടുള്ളൊരു ബ്ലഷാണ് പ്രിയങ്ക ചോപ്രയുടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ചിക്ക് ബോൺസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ചിക്ക് ബോൺസ് ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ട് അവിടെ മൊത്തമായിട്ട് ഈ എന്താ പറയുക ബ്ലഷ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഈ 2 ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു പർട്ടിക്കുലർ ഷെയ്ഡ് എത്തിക്കുന്നത്. ഇത് പിങ്ക് സോർബറ്റ് എന്നൊരു കളറാണ് ലാക്മേയുടെ, അത് ആദ്യം ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഷാംപൂറിൻ്റെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് അത്. ഒക്കെ ഏതാണ്ട് ആ ഒരു കളറിലേക്ക് എത്തി, എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കളറിലേക്ക് എത്തി. ഓക്കെ, എന്നിട്ട് ആകെ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ ഒരു സ്റ്റോൺ വർക്കിൻ്റെ പൊട്ട്, പിന്നെ ഒരു പേളിൻ്റെ കമ്മൽ, ഇതങ്ങനത്തെ അല്ല, കുറച്ചുകൂടി ഭംഗിയുള്ളതാണ്, അതൊക്കെയാണ് ഇട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു റിങ്, പിന്നെ ഒരു യെല്ലോ കളർ സ്യൂട്ടാണ് പ്രിയങ്ക ചോപ്ര ഇട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സീ യു ഓൾ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ലുക്ക് ബ്യൂട്ടിഫുൾ ആൻഡ് ബി ഹാപ്പി. ബൈ.